നിങ്ങൾക്ക് ബെഡ്റൂമിൽ ഒട്ടും ഉദാഹരണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തീരെ സ്റ്റാമിന കുറവാണ് എങ്കിലേ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എടുത്താൽ ഇൻഫിനിറ്റി ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല പോലെ ബെഡ്റൂമിൽ ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. നല്ല സ്റ്റാമിനയോടെ ഒരുപാട് സമയം നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് നല്ല പോലെ ബന്ധപ്പെടാം എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നമുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഉദാഹരണം വരുന്നത് എന്നുള്ളതും, ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് നല്ല ഒരു ലൈഫ് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷിബിലി സാറാണ്. മിസിരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. സർ, ഇന്ന് ഒരുപാട് ആളുകൾ, പണ്ടൊക്കെ പ്രായമുള്ള ആളുകൾക്കായിരുന്നു ഈ ഉദാഹരണത്തിന്റെ പ്രശ്നം, സമയത്തിന്റെ പ്രശ്നം, സ്റ്റാമിന കുറവിന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് വളരെ ചെറുപ്പക്കാരായ ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട് എനിക്ക് ഉദാഹരണ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലിംഗ ആവശ്യത്തിന് ഉദ്ധരിക്കുന്നില്ല, അല്ലെങ്കിൽ ടൈമിംഗ് പ്രോപ്പറായി കിട്ടുന്നില്ല, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഉദാഹരണ പ്രശ്നങ്ങൾ കൂടാനുള്ള കാരണം? ഇപ്പോൾ ഒരു മെയിനായിട്ട് ഞാൻ പറയാം, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നമെന്ന് പറയാം. ഒരു വലിയ ശതമാനം ആൾക്കാർ കേട്ടോ. കാരണം വരുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് വരുന്നത്. ഈ ചെറുപ്രായക്കാരിലൊക്കെ അധികം അതാണ്. ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് ഈ പോൺ വീഡിയോസ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവർ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് തന്നെ. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയയോട് തന്നെ വല്ലാത്തൊരു മടുപ്പ് വരുന്നിട്ടാണ് ഇതെനിക്കെന്തോ ഭയങ്കര രോഗമാണ് എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് വരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രശ്നമുള്ളത്, പിന്നെ ഒന്നുള്ളത് അതിൻ്റെ ഒരു പാത്തോളജിക്കൽ, അഥവാ നമ്മളെ ശരീരത്തിന് ബാധിച്ചിട്ട് വരുന്നതാണെങ്കിൽ അത് ഷുഗറാണ്. ഷുഗറും പ്രഷറും ഒക്കെ അതിന് ഈ പ്രായത്തിൽ വരുന്ന കുറവാണ്. എന്നാലും ഷുഗർ നമുക്ക് അതിൻ്റെ രക്തക്കുഴലിൻ്റെ അകത്ത് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന ഉദാഹരണ കുറവാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവുന്ന ഉദാഹരണ പ്രശ്നങ്ങളായിക്കോട്ടെ, അതായത് സ്റ്റാമിന കുറവുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനത്തിൻ്റെ ആയിക്കോട്ടെ, ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ്? അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഉദാഹരണം എന്താണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെനിസ് അഥവാ ലിംഗം എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ്. ഈ സ്പോഞ്ചിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് സ്പോഞ്ച് ഒന്ന് കട്ടിയുള്ളതാവില്ലേ, വെള്ളമൊക്കെ നിറഞ്ഞിട്ട് അല്ലേ ഒന്ന് ചീർത്ത് വരും. ഇതേപോലെയാണ് നമ്മളെ അതിൻ്റെ ഒരു ടിഷ്യൂ, സ്പോഞ്ചിയോസ് എന്നതിന് പറയാം. ആ ടിഷ്യൂവിൻ്റെ അകത്തേക്ക് ബ്ലഡ് സപ്ലൈ നന്നായിട്ട് കയറുമ്പോഴാണ് എന്ത് വരിക, ഇത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, അവിടെ ഉദാഹരണം നടക്കില്ല. അപ്പോൾ ഈ ബ്ലഡ് സപ്ലൈ വരണമെങ്കിൽ ആദ്യം എന്ത് വേണം, സ്റ്റിമുലസ് വേണം. അപ്പോൾ നരമ്പിൻ്റെ പ്രശ്നങ്ങൾ, നെർവിനുള്ള പ്രശ്നങ്ങൾ ആ സ്റ്റിമുലസ് ഉണ്ടാക്കില്ല. അപ്പോഴും എന്ത് ചെയ്യാം, ഉദാഹരണം കുറയും, ഉദാഹരണം ഉണ്ടാവാതിരിക്കും. അപ്പോൾ ആ രണ്ട് കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ സ്റ്റാമിന എന്ന് പറയുന്ന അയാളുടെ ബോഡീൻ്റെ ബാക്കിയുള്ള വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിന് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻഫിനിറ്റി ഡ്രൈവ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് ശരിക്കും എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇതിൽ വയാഗ്ര ഉണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ഇതിൽ ശരിക്കും എന്താണ് നമുക്ക് ഇത്രയും ഉദാഹരണം കൂടുതൽ സമയം കിട്ടാനുള്ള കാരണം? ശരിക്കും നിങ്ങൾ പറഞ്ഞ ഈ ഒരു ചോദ്യം എന്നോട് എൻ്റെ പേഷ്യൻ്റ് തന്നെ ചോദിച്ചാണ്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ വയാഗ്ര ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ എഫക്റ്റും ഉണ്ട്, പക്ഷെ ഇതിൽ വയാഗ്ര ഒന്നുമില്ല. ഇത് പക്ക നമ്മൾ ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് ഫുഡ്സ് നമുക്ക് ഇതിൻ്റെ രീതിയിൽ നമുക്ക് എനർജി കൂടാൻ, ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകൾ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണത്. അപ്പോൾ ഈ സപ്ലിമെൻറ്റിന് എന്താ പ്രത്യേകത വെച്ചത്, കഴിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ എനർജി ഉണ്ടാകുമ്പോൾ തന്നെ ഇതിനുള്ള ആ ഒരു ലിബിഡോ എന്ന് പറയുന്നത്, ഇതിനുള്ളൊരു ആ ഡ്രൈവ്, ഒരു ഡിസയർ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വരും. അതേപോലെ ഉദാഹരണം, സർക്കുലേഷൻ കൂടുമ്പോൾ നല്ല ഉദാഹരണം വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കുലേഷനാണ് ഈ ഉദാഹരണത്തിന് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാകുമ്പോൾ ഈ ഒരു എന്ത് ചെയ്യും, ഉദാഹരണം ശരിക്കും നടക്കും. പിന്നെ ആ ലിബിഡോ, ആ ഡിസയർ വരുമ്പോൾ ആ നെർവ് സ്റ്റിമുലേഷൻ നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇപ്പോൾ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വെറും ഒരു സെക്ഷനിൽ മാത്രം യൂസ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് തീരെ എനർജി ഇല്ലെങ്കിലും, അതായത് പിന്നെ ഒട്ടും എനർജി ഇല്ലാത്ത ആളുകൾ, ഭയങ്കര ക്ഷീണിച്ച് നടക്കുന്ന ആളുകൾ, പിന്നെ ഈ ഉറക്കം തൂങ്ങി നടക്കുന്ന ആളുകൾ, ഇത് ജസ്റ്റ് ബെറ്റർ ആയിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ ആളുകൾ സംസാരിക്കുന്ന സമയത്ത്, പല ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഈ മെഡിസിൻ അല്ല, ഇത് പലപ്പോഴും ഈ ഉദാഹരണത്തിന് മെഡിസിൻസ് ഒക്കെ പ്രശ്നങ്ങളാണെന്നില്ല, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് എനർജിക്ക് വേണ്ടി കൊടുക്കുന്നുള്ളതാണ്. ഫുഡ് സപ്ലിമെന്റ് ആണല്ലോ, കഴിക്കാം. അതെ, നമ്മൾ ഈ രാവിലെ ഇപ്പൊ എന്താ വെച്ചാല് ഭയങ്കര ക്ഷീണത്തുള്ള ആളുകൾക്ക് ഇതിന്റെ ഒന്ന് കൊടുത്താൽ അവര് നല്ല പവറാവും. അവര് ഭയങ്കര എന്താ പറയുക, അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഡേ ഫുൾ എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇത് മതി എന്നുള്ളതാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്താണോ അതിന്റെ പർപ്പസ്, അതിലേക്ക് ഇത് എത്തിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഉദാഹരണത്തിന്റെ
ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതായത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡോക്ടറെ ഇത് ശരിക്കും നമ്മൾ ഉദാഹരണ പ്രശ്നം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് പറഞ്ഞു, അതായത് ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രഷർ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സൈക്കോളജി പറഞ്ഞു ഇതിനൊക്കെ ലീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ ഉണ്ടാവും. അതായത് ഇത്രയും പ്രശ്നങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ ശീലങ്ങളായിക്കോട്ടെ അതെന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ തന്നെ. ലൈഫ് സ്റ്റൈലിൽ നമ്മളിപ്പോൾ ഹൈ ഷുഗർ ഡയറ്റാണ് നമ്മളത് മൊത്തം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിൻ്റെ. അപ്പോൾ ഹൈ ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര, ലഡു, ജിലേബി, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാത്രമല്ല, നമ്മളെ ചോറും ബാക്കിയുള്ള ചോറും മറ്റുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹൈ കലോറി, ഈ ഷുഗർ കൂടുതലാണ്. ഇതൊക്കെ നമുക്ക് ഈ രക്തക്കുഴലിൻ്റെ അകത്ത് ബ്ലോക്കുകൾ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യുന്നു, നല്ല നല്ല ഈ പെട്ടെന്ന് ED വരാനുള്ള സാധ്യത, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ്. അതാണ് മെയിൻ കോസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ, ഈ പോൺ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുന്ന ആ എക്സ്പെക്റ്റേഷൻ കൂടിയിട്ട് അവർ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അവിടുന്ന് പാർട്ട്ണറിൽ നിന്ന് അത് കിട്ടാതെ ആകുമ്പോൾ ആകെ മൈൻഡ് ഡൗൺ ആയിട്ട് പിന്നെ അതിനോട് പിന്നെ താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ വന്ന് പിന്നെ ഉദാഹരണം പോകുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കോഴ്സുകൾ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷനിൽ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബ്ലഡ് സർക്കുലേഷനിൽ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബ്ലഡ് വെസലിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുകയാണല്ലോ. അതിന് മെയിൻ കാരണക്കാരന് ഒന്നാമത്തത് ബ്ലഡ് പ്രഷറാണ്, പിന്നെ ഷുഗറും, പിന്നെ കൊളസ്ട്രോളും. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നല്ല പ്രഷറിലാണ് എന്ത് ചെയ്യുക, ബ്ലഡ് പോവുക ഓയിലിൻ്റെ അകത്ത് കൂടെ. അപ്പോൾ അതിൻ്റെ വാൾസിലൊക്കെ ചെറിയ ചെറിയ ഇഞ്ചുറികൾ ഉണ്ടാക്കും. ഈ ഇഞ്ചുറികളിൽ പിന്നെ അവിടെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ക്ലോട്ടുകൾ ഫോം ചെയ്യും. ഈ കൊളസ്ട്രോൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് നാരോയിങ് സംഭവിക്കും. ഈ രീതിയിലാണ് അധിക ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ അധികം ഫസ്റ്റ് ബ്ലോക്ക് വരെ ഷുഗർ വന്നാൽ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസലിലാണ്. കാരണം എന്താ, നമ്മളെ ഹാർട്ടാണ് ഈ പ്രഷർ ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ നമ്മൾ പമ്പ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രിക് പമ്പ്, വെള്ളമടിക്കുന്ന പമ്പ്, ആ പമ്പിൽ നമ്മൾ പൈപ്പ് ഫിക്സ് ചെയ്തിട്ട് പൈപ്പിൻ്റെ മറ്റേ അറ്റത്തുള്ള പവറിനെങ്ങാട്ടി പവറായിരിക്കും എവിടെ, പമ്പിൻ്റെ മുരട് എന്ന് പറയും നമ്മൾ. എന്താ വെച്ചാൽ ആ ഒരു പൈപ്പ് ഫിക്സ് ചെയ്ത സ്ഥലം ഉണ്ടാവില്ലേ പമ്പിൻ്റെ, ഇത്. അപ്പോൾ ആ പവർ ഹാർട്ടിൻ്റെ അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ അതേ ആ ബ്ലഡ് പ്രഷർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർട്ട് ഉണ്ടാകുന്ന വലിയൊരു കംപ്ലൈൻറ്റ് തുടക്കം മാത്രമാണ് ചിലപ്പോൾ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ നമ്മൾ പറയാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഇൻഡയറക്ട്ലി പറയാം. അതെ, ഡയറക്റ്റ് അല്ലാന്നുണ്ടെങ്കിലും ഇതൊരു കാരണം ബ്ലോക്ക് കാരണം ഇത് മതിയാവും, ചിലപ്പം ഇവിടുത്തെ ബ്ലോക്ക് മതിയാവും, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മതിയാവും എന്നുള്ളത്. അപ്പോൾ അതെ, പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് BP അല്ലെങ്കിൽ ഷുഗർ, പിന്നെ പ്രഷർ, ഈ പിന്നെ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറയ്ക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരിക. ഷുഗർ കൊണ്ടാണ് വന്നതെങ്കിൽ ഷുഗർ മാക്സിമം കുറയ്ക്കുക, എന്നിട്ട് ഈ നമ്മൾ മെഡിസിൻസൊക്കെ കഴിച്ച് രക്തോട്ടം കൂടാനുള്ള ബാക്കിയുള്ള മെഡിസിൻസും ഒമേഗ-3 ഒക്കെ മെഡിസിൻ എന്ന് പറയുന്നത് നല്ല രക്തോട്ടം കൂടാനുള്ള നല്ല മെഡിസിനാണ്. നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഒക്കെ ഒമേഗ-3 മീൻ ഗുളിക കഴിക്കുന്നതൊക്കെ രക്തോട്ടം കൂടാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇതിനെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഭയങ്കര എഫക്റ്റ് അല്ലേ. നമ്മൾ സ്റ്റാമിനൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. വ്യായാമം ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റാമിനയൊക്കെ കൂടൂലേ, അപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും എന്നുള്ളതാണ്. പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഹാർട്ടിൻ്റെ ഹെൽത്ത് കൂടും, നമ്മളെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടുകൾ പോകും. മൊത്തത്തിൽ വ്യായാമത്തിൻ്റെ എഫക്റ്റ് പറയുകയാണെങ്കിൽ നേരങ്ങളോളം പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗത്തിനും അത് എഫക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. ഒരു 20-25 മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. അതൊരു 5 ദിവസം, അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം ഇത്രയേ വേണ്ടുള്ളൂ. അതല്ലെങ്കിൽ ആഴ്ചയിൽ 150 മിനിറ്റ്സ്. ഇപ്പോൾ ഒരാൾ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം 1 മണിക്കൂർ ടർഫ് കളിക്കുകയാണെങ്കിൽ അത് മതി. കാരണം ഒരു 75 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് കിട്ടിയാൽ തന്നെ എന്താണ് അയാൾക്ക് ആ ഒരു ആഴ്ചക്കുള്ളത് കിട്ടി എന്നുള്ളതാണ്. പല പ്രശ്നങ്ങൾ മുഖേനയാണ് ഇപ്പോൾ ഈടിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ? ഈടിൻ്റെ പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. അത് എത്രത്തോളം ഡെവലപ്പ് ആയിക്കണം എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, അയാൾക്ക് ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ട് ചെറിയ ബ്ലോക്കുകളൊക്കെ വന്നുകൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മെഡിസിൻസ് വെച്ചിട്ട് ചെയ്യാം. ഇനി അതിൽ നെർവ് കംപ്ലയിൻസിനുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് സ്പൈനൽ ഇഞ്ചുറി പറ്റി, സ്പൈൻ ഇഞ്ചുറി പറ്റിയിട്ട് അയാൾക്ക് നെർവ് കംപ്ലയിൻസിനോണ്ടാണ് ഈ കുറവ് വന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അതിന് പിന്നെ
അത് മെഡിസിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല നമുക്ക് പറയാം. അതല്ല നമുക്ക് ഡയബറ്റീസ് വന്നിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഡയബറ്റീസ് കൺട്രോളൊക്കെ കൊടുത്തിട്ടും പിന്നെ നമുക്ക് ഈ ഒരു ലിബിഡോ ഉണ്ടാക്കിയെടുത്തിട്ടും ഡിസൈറിനെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടൊക്കെ നമുക്കിതിന് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഷുഗർ റിലേറ്റഡ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ആണ് നമ്മൾ ഈ ഒരു ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഒന്ന് കൂട്ടുക, അല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടുക, രക്തത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ ഈ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ സർക്കുലേഷൻ കൂട്ടാനാണെങ്കിൽ നമ്മൾ പറഞ്ഞ എക്സസൈസ് ഏറ്റവും ബെസ്റ്റ് മരുന്ന് കേട്ടോ. സർക്കുലേഷൻ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്ത്, നമ്മളെ മസിൽസിൻ്റെ ഹെൽത്ത്, ഈ മസിലാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ കാലിന് നമുക്ക് 2 ഹാർട്ട് ഉണ്ട് പറയും. ഒന്ന് നമ്മൾക്ക് കാലിലുള്ള ഹാർട്ട്, അപ്പോൾ ആ കാലിലുള്ള ഹാർട്ട് കാഫ് മസിലാണ്. അപ്പോൾ അവിടേക്ക് പോയ ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിയാലേ അത് ബാക്കിയുള്ളടത്ത് പമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എല്ലാ മസിൽസും സ്ട്രോങ് ആക്കി എടുക്കുക. പിന്നെ നമുക്ക് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ omega-3 എന്ന് പറയുന്നത് നമ്മളെ മീൻ ഗുളിക, ഈ മീൻ ഗുളികക്ക് നല്ല രീതിയിൽ സർക്കുലേഷൻ കൂട്ടാണ്. ഈവൻ എത്രത്തോളം നമ്മൾ മുടി കൊഴിച്ചിൽ പോലും ഈ omega-3 എഫക്റ്റ് ചെയ്യും. നമുക്ക് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അവർക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ പറയണ്ടല്ലോ. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസ് നമുക്ക് അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നമ്മളെ ജിഞ്ചർ, പൈപ്പർ, അതിലൊക്കെയുള്ള ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി സാധനങ്ങൾ ഭയങ്കര എഫക്റ്റാണ്. കാരണം ഒരുപാട് ഇൻഫ്ലമേഷൻസ് നമ്മളെ ബോഡിയിൽ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഫുഡിലൂടെ ഇതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളിൽ പിന്നെ പറഞ്ഞതാണ് ഈ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ടൈമിങ്ങിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് ടൈമിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? ടൈമിങ് കുറയുന്നതിൻ്റെ മെയിൻ പ്രശ്നം സൈക്കോളജിക്കലാണ് കേട്ടോ. അത് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കോൺഫിഡൻസ് കുറവാണ് ഇതിൽ മെയിൻ പ്രശ്നം. ഈ കോൺഫിഡൻസ് കുറവ് വരുമ്പോൾ അവർക്ക് ബെഡ്റൂമിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ആ ഡിസയർ കുറഞ്ഞു പോവുക. അവർക്ക് പിന്നെ അതിൽ വേറെ എന്തൊക്കെയോ ആലോചനകൾ വരിക. ഇതിപ്പോൾ ഇപ്പം തന്നെ ഒരു വട്ടത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു നേരത്തെ ആ ഒരു ടൈമിന് കിട്ടാതെ ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് പോയിട്ടുണ്ടാവും. ഈ ജാക്കുലേഷൻ നടന്നിട്ടുണ്ടാവും. അതിന് ശേഷം പിന്നെ എനിക്കെന്തോ അസുഖമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വന്നതിന് ശേഷം പിന്നെ എപ്പോഴും ബന്ധപ്പെടുന്ന സമയത്ത് ഈ ഒരു തോട്ടാണ് മനസ്സിൽ. ഇപ്പോൾ ജാക്കുലേഷൻ സംഭവിക്കും എന്നുള്ള രീതിയിൽ ആ തോട്ട്സ് വന്നിട്ട് അവിടെയാണ് ആ ഒരു ആങ്സൈറ്റി കാരണം അധികം ആളുകളും ഈ ഒരു പ്രീമച്വർ ഇജാക്കുലേഷൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ കൗൺസിലിങ് ആ രീതിയിലൊക്കെ നമ്മൾ നോക്കണം. ശരിക്കും അവിടുത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഫുഡുകൾ എങ്ങനെയാണ് ഈ ടൈമിങ് കൂടുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത്? സൈക്കോളജിക്കലാകുമ്പോൾ ഫുഡിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ നോക്കുക എന്നുള്ളതാണ് കൂടുതൽ. ഇപ്പോൾ നോർമൽ കണ്ടീഷൻസ് സൈക്കോളജിക്കൽ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ സർക്കുലേഷൻ അങ്ങനത്തെ റിലേറ്റ് ചെയ്തുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫുഡ്സിൽ എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? ഫുഡ്സ് മെയിനായിട്ട് സ്റ്റാമിന കൂടാനുള്ള ഫുഡ് കഴിച്ചോളൂ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം സ്റ്റാമിന കൂടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കോൺഫിഡൻസും വരും, അതേപോലെ നമുക്ക് അതിനുള്ള ഡിസയർ ലിബിഡോ കിട്ടും. അപ്പോൾ സ്റ്റാമിന കൂടാനുള്ള ഇൻഫിനിറ്റി ഡ്രൈവ് അല്ല അതിന് വേണ്ട എല്ലാ മെഡിസിൻസും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെഡിസിൻ അല്ല, ഫുഡ്സൊക്കെ. അപ്പോൾ അതിന് വേണ്ട ഫുഡുകൾ കഴിക്കുക. ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കുക, ഒന്നിൽ മാത്രം ഒതുങ്ങാതെ. പിന്നെ കൂടുതലായിട്ട് ഈ മധുരം കൂടുതലായിട്ട് കഴിക്കുക. അതൊരു മത്ത് പിടിപ്പിക്കുന്ന സംഭവമാണ് മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നമുക്കൊരു എനർജി കിട്ടില്ല. കൂടുതൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കാലോറീസ് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും വേണം കുറച്ച്, എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. സാലഡ്സൊക്കെ കൂടുതലാക്കാൻ നോക്കുക എന്നൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്ന ഈ തണ്ണിമത്തൻ, അനാറ്, ബീട്രൂട്ട് ജ്യൂസുകൾ, ഇതൊക്കെ നമ്മളെ ലിംഗത്തിലേക്കുള്ള നല്ല സർക്കുലേഷൻ കൂട്ടുന്നുള്ളതും നല്ല സ്റ്റാമിന കൂട്ടുന്നതും പറയുന്നത്, അത് ശരിയാണോ? ഓഫ് കോഴ്സ്. കാരണം എന്താ, നമ്മളെ ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അനീമിയക്ക് കൊടുക്കുന്ന മെഡിസിനാണ്. മെഡിസിനൽ ഫുഡ് എന്ന് പറയാം ആ രീതിയിൽ. കാരണം രക്തത്തിൻ്റെ അളവ് കൂട്ടും അല്ലേ. രക്തത്തിൻ്റെ അളവ് കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, അവിടേക്കുള്ള സർക്കുലേഷൻ കൂടും. സർക്കുലേഷൻ മോർ എഫക്റ്റീവായിട്ട് മാറും. രക്തക്കുറവ് കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മോർ എഫക്റ്റീവ് ആകും. കാരണം ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് കൂടും. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, സ്റ്റാമിന കുറവിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾക്കും നമുക്ക് നല്ല പരിഹാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിനിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി ഡ്രൈവ് വളരെ ഹെൽപ്പാകുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കൺസൾട്ടേഷൻ ഡോക്ടർ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ശിവലി സാർ പല ആളുകളും പറയാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നതാണ്. ആ ഒരു വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് തുടങ്ങാൻ തന്നെ ഭയങ്കര പാടാണ്. വായിൽ വിരലിട്ടിട്ട് പുറത്തെടുക്കുക എന്ന് പറയില്ലേ, ഇതേപോലെ പുറത്ത് കൊണ്ടുവരണം.
അപ്പോൾ ഒരിക്കലും ഇതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് എന്തും പറയാലോ, ഇതേപോലെ നമ്മൾ തുറന്ന് പറയണം. എന്നാലേ പലപ്പോഴും ഈ വിഷയങ്ങൾ മറച്ചു വെച്ചിട്ടാണ് പല ബന്ധങ്ങളും തെറ്റുന്നത്. ഞാൻ ഒരുപാട് പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ സെപ്പറേറ്റഡ് ആവാൻ വരെ കാരണം ഈ ഉദ്ധാനത്തിന്റെ പ്രശ്നമാണ്. കാരണം പ്രോപ്പറായിട്ട് സെക്സ് കിട്ടുന്നില്ല. ഈ സെക്സ് കിട്ടുന്നതിലുപരി, അതായത് സ്ത്രീകൾക്ക് സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൊടുക്കുന്നതിലുപരി ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇവർക്ക് ഇത് ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ഉദാഹരണിക്കുന്നില്ല. അപ്പം ഇത് ചെയ്യുമ്പോൾ ആളെന്ത് ചെയ്യുന്നില്ല, പുരുഷൻ പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല സമയത്ത്. കാരണം വീട്ടിൽ നേരത്തെ എത്തിയാൽ ചിലപ്പം പിന്നെ സംസാരമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ സെക്സിലേക്ക് ഏർപ്പെടേണ്ടി വരും. പക്ഷേ എന്നിട്ട് ലേറ്റായി വരിക, ഈ ലേറ്റായി വരുന്ന ചോദ്യം ചെയ്ത് അതിന് ചൂടാവുക. ഇത് ബന്ധം അങ്ങനെ അങ്ങനെ തുടങ്ങി പൊട്ടലും തമ്മിലും ചീറ്റലായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് അവസാനമാണ്. അതായത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇപ്പോൾ നമ്മളെടുത്ത് വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസ്, നമ്മളിപ്പോൾ ഒരുപാട് കണ്ടിട്ടുള്ളത് ഒരുപാട് പേഷ്യൻസിന് നല്ലപോലെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സാർ പറഞ്ഞ വളരെ ശരിയാണ്. അത് ഒന്ന് പറഞ്ഞു കിട്ടാൻ, എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു കിട്ടാൻ, അത് കിട്ടിയാൽ തന്നെ അവരെ പകുതി സമാധാനം ചിലപ്പോൾ ആയിട്ടുണ്ടാവും. ഈ ബന്ധങ്ങൾ എത്തിക്കുന്ന വെച്ചാൽ ഈ വലിയൊരു ഭാഗമാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ സെക്സ് എന്ന് പറയുന്നത്. പല ആളുകളും മനസ്സിലാക്കണില്ല. അത് പാർട്ട്നേഴ്സ് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വലിയൊരു പ്രശ്നം അവിടെ തീർന്നു കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേണം. നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഷിബിലി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് വേണ്ടവരാണെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. എന്തിനും നമുക്ക് പ്രതിവിധികളുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏതെങ്കിലും വ്യാജമായിട്ടുള്ള ആളുകൾ എടുത്തിട്ട് പോയി പെടുന്ന പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ നമ്മൾ പൈൽസിന്റെ വരുമ്പോൾ തന്നെ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ ആളെവിടെയെങ്കിലും പോയി ട്രീറ്റ്മെന്റ് എടുക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മെഡിസിൻ ഓർഡർ ചെയ്യും. ആദ്യം ഒന്ന് കഴിക്കും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. രണ്ടാമത് കഴിക്കുന്ന സമയത്ത് ഒന്ന് കഴിച്ചാൽ റിസൾട്ട് ഉണ്ടാവില്ല, രണ്ടെണ്ണം എടുക്കേണ്ടി വരും, പിന്നെ മൂന്നെണ്ണം എടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും ഓൺലൈൻ കണ്ടിട്ടുണ്ട്. പിന്നാണ് ഇത് ആരെങ്കിലും പറ്റിക്കപ്പെട്ടാൽ ഒന്നും പറയില്ല, കാരണം പറയാൻ പറ്റില്ല, എനിക്ക് ആ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും വെബ്സൈറ്റുകളോ കണ്ടിട്ട് ഇത് കിട്ടും അത് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറുടെ അഡ്വൈസോടെ തന്നെ ഈ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് റിസൾട്ട് ഉണ്ടാവും. അത് ശരിയാണ്. നമ്മൾ കണ്ടിടത്തോളം ഒട്ടുമിക്ക പേഷ്യൻറ്റിനും ഇതുപോലെ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റ്, ഇങ്ങനത്തെ ഫുഡ് സപ്ലിമെൻ്റ് ആണെങ്കിൽ കൂടെ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിലല്ലാതെ എടുക്കുന്നത് സേഫ് അല്ല എന്ന് തന്നെ പറയാം. ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. BP ഉള്ള ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നോക്കി അതിനനുസരിച്ച് വേണ്ടിയുള്ള രീതിയിൽ വേണം ഡോസൊക്കെ സെറ്റ് ചെയ്യാനെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഷിബിലി ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്താൽ അവർ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷിബിലി സാറാണ്. മിസിരിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. താങ്ക് യു.